ഇത് എൻ്റെ കഥയാണ്, എൻ്റെയും എൻ്റെ ചിഞ്ചുകുട്ടിയുടെയും കഥ. ഇന്ന് 29 ഒക്ടോബർ 2015, എൻ്റെ ചിഞ്ചുകുട്ടിയുടെ 1ാം ഓർമ്മ ദിവസം. ചിഞ്ചു, മൈ ഫസ്റ്റ് ലവ്. ഹായ്, അകത്തേക്ക് ഇരിക്കണ്ട. ഗ്രിൽ ചിക്കൻ, ചിക്കൻ അൽഫാം, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ബട്ടർ ചിക്കൻ, ചില്ലി ചിക്കൻ, ചിക്കൻ കടായി, ചിക്കൻ 65, മട്ടൻ ഉലത്തിയത്, ഷവർമ, ഷവായി, പെപ്പർ ചിക്കൻ, ചിക്കൻ. വൈഫൈ ഉണ്ടോ? എന്തുണ്ടെന്ന്? വൈഫൈ ഇവിടെ ഇല്ല. പോടാ പോടാ പോടാ. കുട്ടാ, വേഗം ഇറങ്ങണം. അവന്മാരോട് വരാൻ പറഞ്ഞേക്ക്. ബ്രോ, വൈഫൈ. Yo, man. മച്ചാ, എപ്പോ എത്തി? Bro, come, babes. എന്തുവാടേ? അപ്പുറത്ത് കയറുന്നല്ലേ പറഞ്ഞേ? വൈഫൈ തപ്പി നടക്കാൻ. What's it, man? That's what I യോ like. മാൻ, അരവിന്ദ്. Oh, man. എടാ, നിങ്ങൾക്ക് ഇങ്ങനെ FB 800,000 ലൈക്ക് കിട്ടുന്നേ? എനിക്ക് ആക്ച്വലി ഒരു ഫ്രീക്കനാവാൻ പറ്റും. പിന്നെന്താ ബ്രോ, മച്ചൻ ഫ്രീക്കനാണെങ്കിൽ അത് ഫ്രീക്കന്മാരുടെ ഭാഷ പഠിക്കണം. യെസ്, ചങ്, സ്മോക്കി, മഞ്ചൻ, പോപ്സിയൻ, അങ്ങനെ കുറെ ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ബ്രോ. അതും വെറും ബ്രോ എന്ന് പറഞ്ഞാൽ പോരാ, ഒരു 3-4 ചായ ഒക്കെ ചേർത്ത് ബ്രോയ് എന്ന് വേണം. For example, please like my profile pic, bro. ആറ്റ് മീ ബ്രോയ്, കില്ലിംഗ് സപ്പോർട്ടാണ് മൊഞ്ച. ഇത്രയാകുമ്പോഴത്തേക്ക് നീ ഒരു 50% ഫ്രീക്കനാവും. അടുത്ത സ്റ്റെപ്പ് കമന്റിംഗ് ആണ്. ഓക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഏത് കൂടെ പോസ്റ്റ് ഇട്ടാലും അതിന് ഉടനടി ഒരു കമന്റ് ലൈക്കും കൊടുത്തിരിക്കണം. ഓക്കെ ഓക്കെ. അതും വെറും ഗട്ടിപ്പട്ടിയായിട്ട് കമന്റ്സ് പോരാ, നല്ല ഹെവി ഐറ്റം തന്നെ ആയിരിക്കണം. ഒരു 3 ഉമ്മ, 2 ഹാർട്ടിന്റെ സ്മൈലി. ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് നീ ഒരു 75% ഫ്രീക്കനാവും. 75. അടുത്ത ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് DSLR. DSLR. നീ FB-യിലിടാനുള്ള ഏത് പിക്കും DSLR എടുക്കുന്ന ഇടാവും. പിന്നെ പടം ഇട്ടിയുമ്പോഴത്തേക്ക് പച്ച, മഞ്ഞ, നീല, ചോപ്പ് എല്ലാം നല്ല എറിച്ച് നിൽക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ വിക്ടറി സൈൻ, യോയോ സൈൻ എന്നിവയെല്ലാം ചെയ്യണം. യാ. ഇത്രയും കഴിയുമ്പോഴത്തേക്ക് നീ ഒരു 99% ഫ്രീക്കനാണ്. അപ്പോൾ ബാക്കി 1% അത് പറയുന്നതിന് മുമ്പ് എനിക്ക് കണ്ണാടി വെക്കണം, എന്നാലേ പറയാൻ പറ്റും. കൊച്ചി കൊച്ചി. നീ കുണ്ടന്നൂരിൽ നിന്നാണെങ്കിലും കോതമംഗലത്തു നിന്നാണെങ്കിലും FB-യിൽ ഫ്രം കൊച്ചി എന്ന് വെച്ചാ എന്റെ ചങ്ക് ബ്രോ, നീ ഒരു മുഴുവൻ ഫ്രീക്കോളിയാവും. Come on bro. Good bro. Getting hungry man. Move bro. Bro, poly food. Left hook. പച്ച എനിക്ക് വേണം bro. Step up bro. Please bro. Please bro. Okay, sorry. I'm sorry. ഞാൻ കണ്ടില്ലായിരുന്നു. It's good. Let's go bro. Come on. Sorry ട്ടോ. It's good. Sarah Isaac. Sarah? Huh? I got. Oh, thank you. Thank God, it's good. Country boys. Country boy. Vienna bro. What bro? Salad bro. Pulao. Poly bro.
കൺട്രി ബോയ്സ് അല്ലടി? എടാ നിനക്കെന്താടാ മൂലക്കുരുന്റെ അസുഖം ഉണ്ടോ? നേരെ ഇരിക്കടാ. ബ്രോ ദുൽഖർ സൽമാൻ ബാംഗ്ലൂർ ഡേയ്സിന്റെ സ്റ്റൈലാണ്. എടാ ദുൽഖർ സൽമാൻ റേസിംഗ് ബൈക്ക്, ഇത് ഡിയോ ആണ്. ഡിയോ ഡിയോ ഡിയോയില് പൊളി ഹോട്ടാ. എന്റെ പൊന്ന് ബ്രോ ഒന്ന് നേരെ ഇരുന്ന് ഓടിക്കും. ആൾക്കാർ വേറെ വിചാരിക്കും. ബ്രോ ദുൽഖർ സ്റ്റൈലാണ് ബ്രോ ഇത്. ഓ യവനിത് നാറ്റ കേസാണ്. റെസ്റ്റോറന്റിൽ കൊണ്ടുപോകുന്നവര് അയ്യേ അവന്മാർ ഇരിക്കുന്ന കണ്ടോ? അടുത്തോട്ട് അവരെ കുണ്ടന്മാരാ. അയ്യേ കുണ്ടന്മാർ. നീ ഓടി 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 കുണ്ട നിന്റെ അച്ഛൻ. ഓടി കുണ്ട നിന്റെ അച്ഛൻ. വിളിച്ചോ ബ്രോ. നിന്റെ കുട്ടാന്ന് വിളിച്ചാൽ അവളന്മാരെ നമ്മളെ കുണ്ടാന്ന് വിളിച്ചാണ്. Oh my god, let's വണ്ടി follow. കത്തിച്ചു വിടറാ. എന്തോന്ന് പൊളിക്കുമൊത്തേ നമ്മളുണ്ട് കൂടെ. പോ പോ പോ. എന്തോടാ എന്തോ ഓട്ടിപ്പോ ഓടിക്കുന്നത്? ഇങ്ങനെയായിരുന്നാ ഓടിക്കുന്നത്? Bro, ഇത് style bro. സ്റ്റൈല്. അങ്ങോട്ട് വാ. Woof. Come on bro. കണ്ണാടിയൊന്നും വേണ്ട, അത് എന്റെ പെണ്ണ്. No man. Bro, your hairstyle. Look. ആ? You're funny man. അത് ഞാൻ ഇത് കാണിച്ചു. ഓ, തിണ്ടി. Bro, your hairstyle. Look. Shish. New Chan Shank Bros. മച്ചാ അവള് ചിരിച്ചു വാ. Bro. മമ്മിയാ? അപ്പം സന്തൂർ മമ്മി ഇതാണല്ലേ? വാ ബ്രോ. ആ മതി 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 മതി. മക്കളെ പഠിക്കണ്ട, മക്കളിത് പിടിച്ചാ മതി. നിന്റെ ഈ ഓടി ഓടിക്കാനല്ലേ അവിടെ ഇരുന്നാ. ഓ പെപ്സി ആണ് അണ്ണാ. ഫൈനൽ ഇയർ ആയി, പേരിന് പോലും വരുത്തിയില്ല. ഓ ഇവൻ്റെ ഒക്കെ ഒരു ടൈം. എന്താടാ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ഒന്നും ഇല്ലളിയാ, ഒരുത്തി സെറ്റാവണില്ല. നീ എന്നെ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? എത്ര എണ്ണത്തിന്? ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെന്നാ അളിയാ ഇഷ്ടം തോന്നിയ അപ്പ ചെന്ന് പറയും. പക്ഷേ അളിയ ഓരോ എണ്ണം പഠിച്ചു വെച്ച പോലെ പറയുന്നത്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ എന്നേക്കാൾ വേറെ നല്ല പെൺകുട്ടിയെ നിനക്ക് കിട്ടും. നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. ഓ നീ എൻ്റെ ബെസ്റ്റി അല്ലേ? നിന്നോടായതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഓൾറെഡി ഞാൻ 3 പേരായിട്ട് റിലേഷനിലാണ്. വി ക്യാൻ ബി ഫ്രണ്ട്സ്. അത് മതി, ബെസ്റ്റ് ഫ്രണ്ട്. ശരി ഓക്കെ. മച്ചാ, നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. പെണ്ണിനെ അല്ല, വണ്ടി ഇരുമ്പിനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. അയ്യാ എടാ എടാ പരമനാറി, നീ ഇന്നലെ സിവിലിലെ ഒരു ഇരുമ്പിനെയും കൊണ്ട് വണ്ടി പോണത് ഞാൻ കണ്ടായിരുന്നു കേട്ടാ. ആ കണ്ടല്ലേ? അയ്യാ അവന്റെ ഇരുമ്പും വണ്ടിയും അല്ല, ഈ വണ്ടിയെ സ്നേഹിച്ചിട്ട് നീ കൊച്ചിനെ ഉണ്ടാക്കാൻ വണ്ടിയുടെ സൈലൻസർ കൊണ്ടുവരും. ഞാൻ ഒന്നും പറയണില്ല, പടാ. എന്തുവാടേ സോറി മച്ചാ, സോറി സോറി സോറി.
കണ്ണും കണ്ടുപിടി നിനക്ക്. ഓക്കടാ ബൈ. ഹോട്ടൽ ആ കുട്ടി സേറ ഐസക്. Quantum mechanics is the science of very small of the body of the principle that explains the behavior. SEIRAH സേറ ഐസക്. അളിയ കോണ്ട തലേ കയറണ അളിയ. ക്യാറില്ലേ വലിച്ചു ക്യാറ്റളിയാ. അളിയ ഫിസിക്സ് എക്സാം നാളെ ക്വാണ്ടം മെക്കാനിക്സ് അതാ പറഞ്ഞത്. എടുത്തു വെച്ച് തുണ്ട് എഴുതളിയാ. തുണ്ടാ? യു മീൻ ബിറ്റ്? അതൊക്കെ മോശമല്ലേടാ, അതൊക്കെ ചീറ്റിംഗ് അല്ലേടാ. വിറ്റേ മോനെ, ഇവന് വട്ടാണ്. യൂണിവേഴ്സിറ്റി എക്സാം ആണ്. നീ വല്ലതും പഠിച്ചെഴുതാൻ നോക്കിയോ. മുൻപത്തെ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് കുറച്ച് പാടായിരുന്നതുകൊണ്ട് ഇത്തവണ എന്തായാലും എളുപ്പമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവന് 17 സപ്ലൈ. അളിയ അത് വാല്യൂഷൻ സീനായിരിക്കടാ. വാല്യൂഷൻ അതാണ് അളിയാ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ കുഴപ്പം. എങ്ങനെ എഴുതിയാലും തോപ്പിക്കും. കഷ്ടപ്പെട്ട് ഉറക്കം ഉളച്ച് മനസ്സിലാക്കി പഠിച്ച് പോയിൻ്റായിട്ട് ആൻസർ എഴുതിയ അവന്മാർ പറയും എസ്ഐക്ക് മാർക്ക് തരാൻ 3-4 പേജ് എഴുതണം. എന്നാൽ ആ പോയിൻ്റൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് 3-4 പേജ് എഴുതിയ അവന്മാർ പറയും ഇതുപോലെ ടെക്സ്റ്റിലുള്ള അതേപോലെ എഴുതണമെന്ന്. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ വാല്യൂഷൻ രീതിയെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് വിശ്വാസം ഇല്ലളിയ. തൽക്കാലം സപ്ലികളുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കുന്നതാ ഇവനുണ്ടല്ലോ, ഇവനിലാണളിയ എനിക്ക് വിശ്വാസം. അതുകൊണ്ട് പരീക്ഷയിൽ മാർഗമല്ല ലക്ഷ്യം മാത്രമാണ് പ്രധാനം. എങ്ങനെയും ചെയ്യും, അത്രേ ഉള്ളൂ. ഹലോ ഷി, നീ കോൺഗ്രസ് ആണോ? നീ നന്നാവില്ലടാ. പതിവായി ഞാൻ ഫോട്ടോസ് എല്ലാം കാണാറുണ്ട്. ദൈവമേ, എടും മോനെ, നോക്കട്ടെ. ഇഷ്ടമാണെങ്കിൽ വെച്ചോണ്ടിരിക്കുക, തുറന്നു പറയാൻ നോക്ക്. അളിയ സത്യം പറഞ്ഞ ഇഷ്ടമല്ലളിയ. എനിക്ക് അവളെന്ന് വെച്ചാ വട്ടാണ്. പിന്നെന്ത്? പക്ഷേ അവക്ക് എങ്ങാനോടത്ത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ചങ്ക് ബ്രോ, ഞാൻ ചങ്ക് പൊട്ടിച്ചാവും. ഇതാണ് അളിയ നമ്മളെയൊക്കെ പ്രശ്നം. പറയാതെ വെച്ചുകൊണ്ടിരിക്കും. അവസാനം എന്തോ ഇവനെയൊക്കെ പോലെ വല്ല പഴ ഉണ്ണികളും വന്ന് കൊണ്ടുപോകുമ്പോ മോങ്ങിക്കൊണ്ടിരിക്കും. എന്നാലും മച്ചാനെ നേരിട്ട് പറയാൻ മണിയല്ലേ, നാണുണ്ടടാ. സ്നേഹിക്കുന്ന പെണ്ണിനോട് ഇഷ്ടമാണെന്ന് പോലും പണയാൻ വയ്യാതെ അവൻ പ്രേമിച്ചാൽ നടക്കണം. വേറെ വല്ല പണിക്കുമ്പോടാ. നീ വലിയ തള്ളങ്ങ് തള്ളല്ലേ. നീ പണ്ട് +2 നീനേരടുത്ത് ഐ ലവ് യു പറയാൻ പോയത് എന്തോയി? അവളുടെ അച്ഛൻ അടിക്കുമെന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് എന്റെ ഷട്ടിലടാ നീ മൂക്കള കൊണ്ട് തേച്ചത്. നീ എന്റെ അടുത്ത് ഉണ്ടാക്കല്ലേ. പണ്ടല്ലേ അളിയ. എല്ലാവർക്കും അങ്ങനെ തന്നെ. എല്ലാവരുടെ സ്വന്തം കാര്യം വരുമ്പോഴും അങ്ങ് മാറും. നീ ഒരു കാര്യം ചെയ്, നേരിട്ട് പറയണല്ലേ മടി, മെസ്സേജ് ചെയ്യ്. നീ എടുക്ക്, ഞാൻ മെസ്സേജ് ചെയ്യാം. I love you. ഓക്കെ അല്ലെ ഒന്നില് ഒരു ഹൃദയത്തിന്റെ സിമ്പലൂടെ ഒരു തുടിക്കണ ഹൃദയം. തുടിക്കുന്ന ഇത്ര ഉള്ളടാ. ഇവിടെ ജീവിത പ്രശ്നം, അതിനിടയ്ക്കാണ് അവന്റെ ലൈക്ക് മൈ. അടങ്ങ്. ഒരു നല്ല കാര്യത്തിന് പോകുന്നതിന് മുന്നേ ഈ ന്യൂ ജനറേഷൻ കൊല്ലം കൊടുക്കുന്ന നല്ലതാ. നീ നോക്ക്, നല്ല പഷ്ട് പടം. അവന്റെയൊക്കെ സ്മോക്കി എന്ന് പേരുടെ പുകോട്ടാണ് ഉണ്ടാക്കിയത്. ശവം അവന്റെ സ്മോക്കി.
എന്തുവാടാ മച്ചാ സെറ്റ് ആ സേറ എവിടെ എത്തി? സാം ക്ലാസ് കഴിയാൻ ലേറ്റ് ആയി. ഞാൻ ഇപ്പൊ എത്തും. ഒരു 5 മിനിറ്റ്സ്. ആ ഞാനിവിടെ ഹാങ് ഔട്ടിലുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. ആ ഓക്കെ ഓക്കെ. ഹായ്. ആ ഹായ്. ഒരുപാട് നേരമായോ വന്നിട്ട്? ഇല്ല, കുറച്ച് നേരമേ ആയുള്ളൂ. ആ ഓക്കെ, ക്ലാസ് കഴിയാൻ ലേറ്റ് ആയി, അതുകൊണ്ടാ. ഓക്കെ. ഓക്കെ. സാർ ഓർഡർ പ്ലീസ്. ആ പ്ലീസ്. ഒരു നിമ്പു പാനി മതി. ആ എന്താ കഴിക്കുന്നില്ലേ? ഇല്ല, ഞാൻ കഴിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഓക്കെ, രണ്ടിനും. ഓക്കെ സാർ. സോ യു ലവ് മീ? യെസ്, ആക്ച്വലി എനിക്ക് തന്നെ ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടമായിരുന്നു. പക്ഷേ ആദ്യമേ എങ്ങനെ ചാടിക്കയറി പറയും. ബട്ട് താൻ എസ് പറയുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എനിക്കും ഇയാൾ ആദ്യം കണ്ടപ്പോഴേ ഒരു അട്രാക്ഷൻ തോന്നിയിരുന്നു. ആൻഡ് ഐ ലവ് ടോക്കിംഗ് വിത്ത് യു. ഇറ്റ് വാസ് ഫൺ. പിന്നെ നല്ല കെയർ ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നി. പിന്നെ കാണാനും ഒരു ആക്ടറിന്റെ ലുക്കൊക്കെ ഉണ്ടല്ലോ. ആക്ച്വലി പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ബ്ലാക്ക് ഷർട്ടും ടീഷർട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നിവിൻ പോളി പോലെ ഉണ്ടെന്ന്. സാർ നിമ്പോളി. ഓ സോറി നിമ്പു പാനി. പോ നിമ്പോളി. നിവിൻ പോളി അറിഞ്ഞ അജു വർഗീസിനെ വിട്ട് അടുപ്പി. ഹായ് അച്ചു. ഹായ് റിമി, ഹൗ ആർ യു? ഐ എം ഫൈൻ. സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. സോറി, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നു. ഇതെൻ്റെ ഫ്രണ്ട് സാം. ഹായ്. സാം. ഇതെൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു റെമി. ഓ അപ്പം ഞാൻ പോട്ടെ, ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യാണ്. യു ക്യാരി ആ ഓൺ. ഓക്കെ ശരി, ഓക്കെ okay. ശരി, ബൈ. നിനക്ക് അച്ഛനും പേരുണ്ടോ? ആ ഉണ്ട്, എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സ് എന്നെ അങ്ങനെ വിളിക്കുന്നത്. ഈ അച്ഛൻ എന്ത് ക്യൂട്ടാടോ. ഞാനും ഇനി തന്നെ അച്ഛനെ വിളിക്കത്തുള്ളൂ. അത് വേണ്ട, എൻ്റെ ലവർ എന്നെ അങ്ങനെ വിളിക്കണ്ട. ഞാനൊരു പേര് പറയാം. ഓക്കെ. എന്നെ ചിഞ്ചു എന്ന് വിളിച്ചാൽ മതി. ചിഞ്ചു. ഓക്കെ മരിയ ചിഞ്ചുക്കുട്ടി, നാളെ നീ ഫ്രീ ആണോ? അതെ. നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ? അത് ഓക്കെ, പക്ഷേ 6 മണിക്ക് മുമ്പ് എനിക്ക് തിരിച്ചു പോകണം. ഓക്കെ, അത് ഞാൻ ഓക്കെ ഓക്കെ. എന്നാ ഓക്കെ. അറിയാ എന്തുവാടാ രാവിലെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഇതവള് കറങ്ങാൻ പോകുന്ന സംഭവിച്ചില്ല. അതിന് അതിനൊന്നുമില്ല, നീ പെട്ടെന്ന് കുറച്ച് മസിലൊക്കെ വെക്കാനുള്ള എക്സസൈസ് കുറച്ച് അറിഞ്ഞ. ഇതൊന്നും വെക്കാനാ ഈ കറങ്ങാൻ പോകുന്നത്? കുസ്തിക്ക് പോകുന്ന അതല്ല, വല്ലതൊക്കെ നടന്നാലാ. വരുന്നു. ഇതെന്തോന്ന് ഇവിടെ ഡമ്പലില്ലേ? ആ ബുക്ക് എടുത്തു ചടിടാ, അതുകൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവട്ടെ. അറിയടാ, പുഷപ്പടിക്ക്. അല്ലേ, ഇത് 6 പാക്ക് ആക്കാൻ പറ്റുമോ?
കേരളത്തിലെ ആൺപിള്ളേർക്ക് എന്തിനാടാ 6 പാക്ക്? നിവിൻ പോളി അങ്ങനെ പലതും പറയും. അവൻ സിനിമാ നടനാണ്, കാണാൻ നല്ല ലുക്കും ഉണ്ട്. മതി മതി ഉണ്ടാക്കിയത്, പോയി പുഷപ്പ് എടുപ്പോ. അത് ശരിയാ, ഇവൻ എന്തുണ്ട്, ബോഡി ഇല്ല, ലുക്കും ഇല്ല, മണ്ടേ ഒരു ഉണ്ണി മാത്രം. മണ്ടേലൊരു ഉണ്ണി മാത്രമല്ലടാ, താഴെ ഒരു മുകുന്ദം കൂടെ ഉണ്ട്. എന്തോ ഒന്നുമില്ലലിയാ, ഉണ്ണി മുകുന്ദനെ പോലെ ആവണമെന്ന് പറയായിരുന്നു. ഡേയ്, ഷേവ് ചെയ്ത് വൃത്തിയായിട്ട് പോടാ. പോടെ അവിടുന്ന്. മച്ച, ഈ താടി വെച്ചോണ്ട് പോയാൽ അവർക്ക് ഒരു ഉമ്മ തരാൻ തോന്നിയാൽ പോലും നടക്കൂല. അളിയാ, നിന്റെ ഡ്രിം പറയാൻ എടുക്കുന്നത്. അളിയാ, താങ്ക്സ്. ഡാ, നീ ഷേവ് ചെയ്തില്ലേ? ആ, എടാ മൈ. ആ ചിഞ്ചു, ഞാൻ ഇറങ്ങിയേ, ഇപ്പം എത്തും, ഒരു 10 മിനിറ്റ്. നീ ഹജ്ജിന് പോകുന്നാടി? പെട്ടെന്ന് ഹെൽമെറ്റ് ഇങ്ങ് എടുക്ക്, ഹെൽമെറ്റാ? പെട്ടെന്ന് എടുക്ക്. വാ, പോ. എടി, ചേർന്നിരിക്കും. പെട്ടെന്ന് പോ, ചേർന്ന്. പോ. താടി, ഷേവ്, ഉമ്മ, അവൻ്റെ ഡ്രിമ്മർ ചീത്തയത് മിച്ചം. അരികിലായി വരികയോ പുതുനിമിഷം പകരുവാൻ, പ്രണയിനി അരികിലായി വരികയോ പുതുനിമിഷം പകരുവാൻ. പുതിയ മോതിരമാണോ? ആ, കഴിഞ്ഞ ബർത്ത്ഡേക്ക് മമ്മി ഗിഫ്റ്റ് ചെയ്തതാ. പ്ലാറ്റിന. ആഹാ. ആ. എടുത്ത് മാറ്റും. സംഭവം ഫ്രീ ആയിട്ടില്ല. ഞാൻ ഇരിക്കുന്നു. പൊടി. Sam, will you marry me? Sam, അവിടെ നിർത്തിയാൽ മതി. Okay, bye. Okay, bye. ചിഞ്ചു, bye. Bye.
ഹലോ സെറ. ഹലോ, സാം ആണോ? അതെ, ഇതാരാ? ഇത് വിജെ ഹോസ്പിറ്റലിൽ നിന്നാണ്. സേറ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഒരു കാറുമായിട്ട് ഇടിച്ച് ആക്സിഡന്റ് ആയി. ICUലാണ്. ആക്സിഡന്റ്? ഈ ഫോണിൽ ലാസ്റ്റ് ഡയൽ ചെയ്തിരുന്ന ഒരു 8-10 പേരെ വിളിച്ചിരുന്നു. ഇതുവരെ ആരും എത്തി. ഒന്ന് വേഗം ഇതുവരെ വരണം. കണ്ടീഷൻ ഇത്തിരി ക്രിട്ടിക്കലാണ്. ഓക്കെ ഇതായെത്തി. ഹലോ ചേട്ടാ, സേറയുടെ വീട്ടിൽ അറിയിച്ചായിരുന്നോ? അറിയിച്ചായിരുന്നു. ഓക്കെ ഇതാ വരുന്നു. സാമേ ഡേയ്, സേറയ്ക്ക് ആക്സിഡന്റ് ആയെന്നടാ. ആക്സിഡന്റാ? ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. കുറച്ചു മുമ്പ് ഒരു കുട്ടിക്ക് ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്നില്ലേ? എങ്ങനെയുണ്ട്? കണ്ടീഷൻ ഇച്ചിരി ക്രിട്ടിക്കലാണ്. ചുമ്മാ വിഷമിക്കാതെ. ഒന്നുമില്ല. ഡോക്ടർ, എന്റെ മോള് സോറി. എൻ്റെ ലവർ എന്നെ ചിഞ്ചു എന്ന് വിളിച്ചാൽ മതി. ഹലോ സിധു? ആ സിധു, എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു? എന്താ താമസിച്ച്? വാ പോവാം. Will you marry me? ഇത്ര കോസ്റ്റ്ലി ഒരു ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് സാധനം തനി തങ്കാണ്. പുതിയ മോതിരമാണോ? കഴിഞ്ഞ ബർത്ത്ഡേക്ക് മമ്മി ഗിഫ്റ്റ് ചെയ്തതാ. പ്ലാറ്റിന. Will you marry me? മുക്കാണ്. അങ്ങനെ അതും പോയി. Yeah.
ഫോൺ വിളിച്ചോ. ഒരു മിനിറ്റ്. ഓക്കെ. ഹലോ, ആ സാം, ക്ലാസ് ചെയ്യാൻ ലേറ്റായി. ഞാനിപ്പോൾ വരാമേ, ഒരു 5 minutes. ഓക്കെ? വീട്ടിൽ നിന്നാട്ടോ, എനിക്ക് പോകണം. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. ജ്യൂസ് കുടിക്കും. ജ്യൂസ് കുടിച്ചിട്ട് പോവാം. ഇല്ല, സാരമില്ല. ഓക്കെ, ബൈ. ഓക്കെ, ക്ലാസ് കഴിയാൻ ലേറ്റായി, അതുകൊണ്ടാ. കോപ്പി പേസ്റ്റ്. ഹലോ. ഗുഡ്സ് ആണ് ബ്രോ. എടാ സേറ മരിച്ചുപോയി. ഡൈഡോ? ഓ സാഡ് ബ്രോ. പുതിയ പിക്കിനൊരു ലൈക്ക് പോയി. എന്നാൽ നിങ്ങൾ വേഗം ലൈക്ക് ചെയ്യ ബ്രോ. ശവം. ഇന്ന് 29 ഒക്ടോബർ 2015 എൻ്റെ ചിഞ്ചിക്കുട്ടിയുടെ 1ാം മുഹപ്പം ദിവസം. ചിഞ്ചു, മൈ ഫസ്റ്റ് ലവ്. അയ്യോ, ഒരു വെടി വെച്ചപ്പോ എന്തൊരാശ്വാസം.